കാർഗിൽ വിജയ് ദിവസിന്റെ 25ാം വാർഷിക ദിനമാണല്ലോ ഇന്ന്. അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ അവിടെ നടക്കുകയാണ്. അതിന്റെ വിജയ് ദിവസിൽ പുഷ്പചക്രം അർപ്പിക്കാനായി നരേന്ദ്രമോദി പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ബാലഗോപാൽ ചേരുന്നു. ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ ഇന്ന് നടക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രി എപ്പോഴാണ് ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയത്? തുടർന്ന് ഇനി എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ബി ബാലഗോപാൽ പറയൂ. മോദി അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രിയുടെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ കാർഗിലിലെത്തിയത്. തുടർന്ന് പ്രധാനമന്ത്രി ഈ യുദ്ധ സ്മാരകത്തില്, അതായത് ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിലെത്തി വീര സൈനികർക്ക്, അതായത് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച, ജീവൻ നൽകിയ, രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ വീര സൈനികർക്ക് ആദരം അർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഈ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തു. 527 വീര സൈനികരെയാണ് 1999 നടന്ന കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത്. പക്ഷേ അവരുടെ ശക്തമായ ചെറുത്തുനിൽപ്പും അതുപോലെ തന്നെ പോരാട്ടവുമാണ് ഇന്ത്യക്ക് ഈ കാർഗിൽ വിജയത്തിൽ ഒരു വലിയ വിജയം സമ്മാനിക്കുവാൻ വേണ്ടി സാധിച്ചത്. 1999 ഈ കാർഗിലിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ കരുത്തരായ സൈനികർ പാകിസ്ഥാൻ സൈന്യത്തെ ഇന്ത്യൻ ഭൂമിയിൽ നിന്ന് തുരത്തി ഓടിക്കാനുണ്ടായത്. ഏതായാലും അതിന്റെ 25ാം വാർഷിക ചടങ്ങുകൾ വലിയ ആഘോഷത്തോടു കൂടിയാണ് കാർഗിലിലും മറ്റും ഇന്ത്യൻ സേന ആഘോഷിക്കുന്നത്. കാർഗിലിൽ മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കാർഗിൽ വിജയ് ദിവസത്തിന്റെ ഭാഗമായി നിരവധി ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യുദ്ധ സ്മാരകത്തിലെത്തി ഈ ധീര സൈനികർക്ക് ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി ഈ ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ, ഈ ചടങ്ങിന്റെ ഭാഗമായി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന സൈനികർ, അതുപോലെ തന്നെ രാജ്യത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് കാർഗിലിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇതിനു പുറമെ ഈ പ്രധാനമന്ത്രി ശുംഗിൻല തുരങ്ക പദ്ധതി ഇന്ന് അതിനുള്ള തറക്കല്ലിടുകയും ചെയ്യും. ലേയും അതുപോലെ ലഡാക്കിലെ ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനം 15,800 അടി ഉയരത്തിലാണ് ഈ 4.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ തുരങ്കം നിർമ്മിക്കുന്നത്. ആ തുരങ്കത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിലും ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യുന്നതായിരിക്കും. ഈ തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന് വലിയൊരു കുതിച്ചുകയറ്റം അല്ലെങ്കിൽ വലിയൊരു മുതൽക്കൂട്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഇന്ത്യൻ സായുധ സേനകളുടെ ഉപകരണങ്ങളും മറ്റും അതിർത്തിയിൽ കാര്യക്ഷമമായി പെട്ടെന്ന് എത്തിക്കുന്നതിന് അതിനുശേഷം കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. ഏത് കാലാവസ്ഥയിലും ആ പ്രദേശങ്ങളിലേക്ക് സാധനങ്ങളും മറ്റും കൊണ്ടുപോകുന്നതിന് ഉള്ള സൗകര്യം ഈ തുരങ്കം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഏവരും ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ 1999 ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന സൈനികർ, അതുപോലെ തന്നെ അന്ന് വീരമൃത്യു വരിച്ചിരുന്ന സൈനികരുടെ കുടുംബാംഗങ്ങൾ എന്നിവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അവരുമായുള്ള ആശയവിനിമയവും പ്രധാനമന്ത്രി ഇന്ന് നടത്തുകയും ചെയ്യുന്നതായിരിക്കും. അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനമന്ത്രി ഈ അന്നത്തെ സൈനികർ, അതുപോലെ തന്നെ ഈ മരിച്ച വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുമായി സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം ഈ കാർഗിലിൽ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിലെ